ഗൈസ്, ഇത് ഒരു പുതിയൊരു അമ്പലമാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലവർ ഏകദേശം ഇതേപോലെയാണ് വരിക. സോ കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. സോ നമുക്ക് ശ്രദ്ധിച്ചറിയാം ഇതിൻ്റെ ഒരു കവറിങ്ങിൻ്റെയും ഫ്ലവറിൻ്റെ ഒരു ഇതളുകളുടെയൊക്കെ ഒരു വ്യത്യാസം. സോ അത് അത്യാവശ്യം വലിയ പൂവാകും. ഓൾറെഡി ഒരു ചെറിയൊരു മുട്ടുണ്ട്, ഓൾറെഡി വന്ന് വിരിഞ്ഞു പോയ ഒരെണ്ണം ഇവിടെ ഉണ്ട്. സോ നമ്മളത് ജസ്റ്റ് ചെറിയൊരു പോണ്ടിൽ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോണ്ടിൽ ഇടാൻ പോവാണ്. സോ ഒരു ചെറിയൊരു സാധാ നമ്മുടെ 10-15 രൂപ വിലയുള്ള ചെടിയൊക്കെ നടുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ്ങാണ്, ഈ കവറിങ്ങാണ്. സോ അതിൽ നമ്മൾ ജസ്റ്റ് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് വേര് പിടിപ്പിക്കാൻ വേണ്ടി. നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന വൈറ്റ് നമ്മുടെ കയ്യിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. സോ അതിൻ്റെ തൈ ഒരു പോണ്ടിൽ ഒഴിവാക്കി, പാത്രം കുറവായതുകൊണ്ട്. സോ എന്നിട്ട് നമ്മൾ ഇത് ഇറക്കി വയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മൾ പുതിയ ആമ്പൽ ചെടിയെ കാണാൻ വന്ന മീൻകുഞ്ഞന്മാരെ. അത് ഫൈറ്ററിൻ്റെ ബ്രീഡാണ്. നമ്മളിവിടെ തന്നെ ഉണ്ടായ ഫൈറ്റേഴ്സാണ്. കുറേ അധികം കുട്ടികളുണ്ട് ഇതിലൊരു, അത് വലുതായതാണ്. ഒരു 10-20 കുട്ടികൾ ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും, കാരണം ഫൈറ്റേഴ്സിന് ഒപ്പിട്ടാൽ ഒന്നിനെ കൊല്ലും എന്നുള്ള ഒരു ഇത്. പക്ഷേ ഇത് നമ്മൾ ആദ്യം മുതലേ, ചെറുപ്പം മുതലേ വീട്ടിൽ നിന്ന് ബ്രീഡ് ചെയ്യിച്ച് ഒരേ ടാങ്കിലിടുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഇല്ല. പിന്നെ ഇത് അറ്റാക്കിങ് തുടങ്ങുന്നത് സാധാരണ അത് എഗ്ഗ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുട്ടയിടുന്ന സമയത്ത് ആണ് ഫൈറ്റേഴ്സ് തമ്മിൽ അറ്റാക്ക് ചെയ്യാറ്. സോ ഇതിലിപ്പോൾ അത്യാവശ്യം ഫൈറ്റേഴ്സും കാര്യങ്ങളും ഉണ്ട്. 2-3 കളർ ഇതിൽ വരുന്നുണ്ട്. സോ നമ്മൾ നമ്മുടെ പോണ്ടിൽ ആമ്പൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി പുതിയ ഇതളൊക്കെ ആയിട്ട് പൂവിടും. ഓക്കെ ഗൈസ്, ഇനി ഇത് കുറച്ച് വലുതായതിനു ശേഷം നമുക്കിതിൻ്റെ ഒരു വീഡിയോ സെക്കൻഡ് പാർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക ഗൈസ്.